ലേറ്റ് ആവരുതല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ വീട്ടിൽ പോലും പോവാതെ കോർട്ടിൽ നിന്ന് നേരം ഇങ്ങോട്ട് പോന്നെ. പക്ഷെ അവരെ കാണാനല്ലോ. ഉണ്ണിക്കുട്ടാ, ഒന്ന് ഗേറ്റിൽ പോയി നോക്കുക. ഞാൻ ഗേറ്റിൽ പോയി അവര് വേഗം എത്തുവോ? ഞാനിതൊന്ന് വായിച്ചു തീർക്കട്ടെ അമ്മാവാ. ഇന്ന് കണ്ടാ പിന്നെ കിട്ടില്ല. നല്ല രസമായിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയി ഇല്ലേ? കറക്റ്റ് ടൈം വരൂ. എന്താ പേര്? ഗോകുലകൃഷ്ണൻ. തമ്പുരാട്ടി ആള് കൊള്ളാം. അളിയൻ 90-ൽ പോയി, 92-ൽ പെങ്ങളും. ഉദയവർമ്മയ്ക്ക് കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നില്ലേ ജോലി? അപ്പൊ ആ ജോലി മകനോ മകൾക്കോ കിട്ടുമോ? റിട്ടയർ ചെയ്തതിന് ശേഷമാ അച്ഛൻ മരിച്ചത്. അത് ശരി. പത്മനാഭട്ടി ഇന്നലെ ടിവിയിൽ വന്ന സീരിയലുണ്ടോ? ഇല്ല, കണ്ടില്ല. അതിൽ ഈ വീടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒരു കൂട്ടർ വന്ന് എടുത്തതാ. പോകാൻ നേരത്തെ അവർ ഇവിടെ വെച്ചിരുന്ന മുത്തശ്ശന്റെ കിണ്ടി എടുത്തോണ്ട് പോയി. ടി വി കാണുമ്പോ ഈ വീടിന് നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് എന്നെ ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല. പിന്നെ എന്തു പറഞ്ഞപ്പോഴാ? എന്താ സീരിയലിന്റെ പേര്? ഞാൻ കണ്ടില്ല. അതല്ല അതിന്റെ പേര്. പിന്നെ വൈകണ്ട, സന്ധ്യക്ക് മുമ്പ് ചടങ്ങ് നടത്താം. എന്തിനു വിളിക്കൂ? എന്തു അകത്ത് പോയിട്ട് വിളിക്കാം. ഞാൻ പോയി വിളിക്കണോ? ഇത് വെച്ചോളൂ, കണ്ടാ തരില്ല. വായിക്കൂ. എന്തു അവര് വന്നു, വേഗം വരിക. ഇങ്ങോട്ട് തരൂ. തമ്പുരാനല്ല, മോള്. നീ ഇവിടെ നിൽക്ക പെണ്ണെ, അങ്ങോട്ട് പോണ്ട. മോളകത്തേക്ക് പോക്കോളൂ. കൊള്ളാം. എന്താ പെട്ടെന്ന് പോന്നേ? സീതേ, ഒരൊറ്റ ഓട്ടത്തിന് കുറച്ച് വെറ്റിലും പാക്കും വാങ്ങി വാ മോളെ. ഞാൻ വാങ്ങാൻ മറന്നു. വന്നവര് മുറുക്കാൻ ചോദിച്ച് ഇല്ലാന്ന് പറഞ്ഞാ തമ്പുരാൻ കൊല്ലും. ഒന്ന് വേഗം വാങ്ങി വാ. അതിലേ അല്ല, ഇതിലേ പോ. ഒന്ന് വേഗം തന്നെ. എത്ര നേരമായി? നല്ല വള. എവിടുന്ന് വാങ്ങി? സൗകര്യമില്ലടുത്തുനിന്ന്. അടക്കി തരുന്നുണ്ടോ? എന്താ ഇത്ര ധൃതി? ഒരു ജ്യൂസ് അടിക്കട്ടെ? എനിക്കൊന്നും വേണ്ട. കുട്ടി അവർക്ക് ഇഷ്ടായി എന്നല്ല, വളരെ ഇഷ്ടായി. ആ വിവരം അറിയിക്കാനാ എന്നെ ഇവിടെ നിർത്തിയത്. പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുന്നിരിക്കുക. ഗോകുലകൃഷ്ണൻ ഇഷ്ടായത്ര. ഇഷ്ടായി എന്ന് കേട്ടപ്പോ കുട്ടിയുടെ മുഖത്തിന് സന്തോഷം കണ്ടില്ലേ? പിന്നെ ഒരു കാര്യം, കല്യാണത്തിന് ഒരു 4-5 മാസത്തെ താമസമുണ്ട്. അതെന്താ? പെട്ടെന്നുള്ള വരവായിരുന്നു ഗോകുലകൃഷ്ണന്റെ. ഷാർജയിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞ് TR-ലേക്ക് തിരിച്ചു പോരും. പിന്നെ മടക്കല്ല. അപ്പോഴേക്ക് ഇവിടുത്തെ ജോലിയൊക്കെ ഒന്ന് ശരിയാവും. പിന്നെ കല്യാണം. അത് മതി. അതല്ല, എല്ലാരും ഗൾഫിൽ നിന്ന് വരുന്ന വിമാനത്തിലല്ലേ? ഈ ഗോകുലകൃഷ്ണൻ മാത്രം എന്തിനാ TR-ൽ വരണത്? ഈ തമ്പുരാൻ ഏത് പട്ടിക്കാരിലാ ജീവിക്കണേ? TR എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ഓഫ് റെസിഡൻസ്. പിന്നെ മടക്കല്ല എന്നർത്ഥം. എന്താ മനസ്സിലായോ? ട്രാൻസ്പോർട്ട് ഓഫ് റെസിഡൻസ് എന്നല്ല, ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാ. പക്ഷേ പറഞ്ഞു വന്നപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ സമയമുണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് നിൽക്കൂ. ഇതിരിക്കട്ടെ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ഇരിക്കട്ടെ. എന്റെ ഭഗവാനെ, എന്നെ വിളിച്ചോ? 4 മണിക്ക് തുടങ്ങിയതാ ടെൻഷൻ. ടെൻഷനോ? മോളെ, മോൾക്ക് സന്തോഷായില്ലേ? ഈ 4-5 മാസം എന്നൊക്കെ പറയണത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കഴിയും. ഷാർജയിലെ അഡ്രസ് വേണമെങ്കിൽ മേടിച്ചു തരാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു കത്തൊക്കെ. ഒന്ന് വെറുതെ ഇരിക്കാമാവാ. അമ്മാവാ, അയ്യോ, എനിക്കൊരു മോഹമുണ്ട്. ഇന്നാളെ പത്രത്തിൽ വായിച്ചില്ലേ വിമാനത്തിൽ വെച്ച് നടന്നൊരു വിവാഹത്തെ പറ്റി? അതുപോലെ നമ്മുടെ ഇന്ദുവിന്റെ വിവാഹത്തിനും വേണം എന്തെങ്കിലും ഒരു പുതുമ. ഉണ്ണിയത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പുതിയൊരു ഐഡിയ. അന്തർവാഹിനിൽ വെച്ച് നടത്താം. ഒരു 19,000 ഉറുപ്പിക വേണം കല്യാണം നടത്താൻ. അതിനിടയ്ക്ക് ഒരു പുതുമ പറയിക്കല്ലേ അമ്മാവാ? എന്നാ വേണ്ട. ഇതെന്താണ് ഈ അന്തർവാഹിനി? സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഭൗതുമേ സദാ. അമ്മേ മൂകാംബിയെ കാത്തുരക്ഷിക്കണേ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ, ദേവിയെ കാത്തുരക്ഷിക്കണേ.
എന്താ എന്തോ മുറുക്കാൻ വാങ്ങാൻ പോയ സീതക്കുട്ടി ഇതുവരെ വന്നില്ല. ത്രിസന്ധ്യ നേരത്തെ ആരാ അതിനെ അയച്ചത്? വിരുന്നുകാര് വന്നപ്പോ ഞാനാ അയച്ചത് തമ്പുരാനെ. ഇതൊക്കെ നേരത്തെ വാങ്ങി വെക്കാൻ വരുന്നില്ലേ നാണിയമ്മയ്ക്ക്? ചേട്ടൻ കവല വരെ പോയി ഒന്ന് തിരക്കാമോ? ഒന്ന് അന്വേഷിച്ചിട്ട് വരുമോ? എന്റെ ആ ഷർട്ടിങ് എടുക്കുക. 1-2 മണിക്കൂറായിക്കാണ് മുറുക്കാനുമായി പോയിട്ട്. എങ്ങടാ കോവിലത്തേക്കാ എന്നൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ. അത് നോക്കിയിരിക്കലല്ലോ എന്റെ പണി. എത്രയായി? 7:50. 1 മണിക്കൂർ ആയല്ലോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കാര്യം എന്തായി? മുതലാളി വരാതെ ഞാൻ പൈസയും തരത്തില്ലേ. താൻ പോയിട്ട് നാളെ കാണാൻ വാ. നല്ല ഇടപാടാ. അവര് പുറത്തു കയറ്റുന്നുണ്ട്. വിളിക്കട്ടെ സർ? അവരെ രാജൻ അറിയോ? അറിയും. കുറച്ചു കാലം ഞാൻ അവരുടെ നൈബറായിരുന്നു. വരാൻ പറയൂ. യു ഗോട്ട് ദ ഡീറ്റെയിൽസ്? ട്രൈങ് സാർ. ഉണ്ണി, ഇന്നലെ സന്ധ്യ മുതൽ സർവന്റ് മിസ്സായിട്ട് എന്തുകൊണ്ട് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തില്ല? അവൾ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. നേരം വെളുത്തിട്ടും കാണാത്തോണ്ടാ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അമ്മാവനാ പറഞ്ഞത് ഉടനെ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ. സാർ അറിയുമായിരിക്കും, അഡ്വക്കേറ്റ് രാമവർമ്മ തമ്പുരാൻ എന്റെ അമ്മാവനാ. കോടതി പോയണ്ടാ കൂടെ വരാൻ ഞാൻ. അല്ലെങ്കിൽ അവൾക്ക് കാമുകൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കാമുകനോ? നല്ല കോളായി. അവൾക്ക് അങ്ങനെ ആരുമില്ല. അവളുടെ വീട്ടിൽ അന്വേഷിച്ചോ? രാമൻ പോയി അന്വേഷിച്ചു. അവൾ വീട്ടിലെങ്ങും പോയിട്ടില്ല. ആരാ ഈ രാമൻ? വീടിനടുത്തുള്ള ഒരാളാ. അവളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വേറെ ഉണ്ടോ? ഇല്ല. പിന്നെ അവളവിടെ പോയി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കി സർ. എന്നിട്ട് അത് ബേസ് ചെയ്ത് ഒരു എഫ്ഐആർ തയ്യാറാക്ക് സർ. കൈയൊന്ന് പൊക്കിയേ. എന്തിനാ? തന്റെ കൈക്ക് ചോരയുടെ മണമുണ്ടല്ലോ. ഇത് സാമ്പാറിന്റെ മണമാ. ഇന്ന് ഇഡ്ഡലിക്ക് സാമ്പാറായിരുന്നു. വക്കീല് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നാണല്ലേ? പഠിക്കോ. അതെ, തന്റെ ഡിവൈസ് പേര് ശപ്പന. രക്തത്തിന്റെ സാമ്പാറിന്റെ മണം ഒരുപോലെയാ. അയാൾ എന്താ രാജേട്ടാ രക്തം മണക്കുന്നു പറഞ്ഞത്? അത് പോലീസുകാരുടെ അടവാ, സൈക്കോളജിക്കൽ ടെസ്റ്റ്. അങ്ങനെ പറയുമ്പോ കേട്ട ആളുടെ മുഖത്ത് വല്ല വ്യത്യാസം ഉണ്ടോ നോക്കും, അത്രേ ഉള്ളൂ. അവർക്ക് ചേട്ടന് സംശയമുണ്ടോ രാജേട്ടാ? എന്നെ എന്തിനാ സംശയിക്കുന്നത്? ഹേ, അങ്ങനെയൊന്നുമില്ല. ഞാനൊന്ന് അവിടം വരെ പോയി അന്വേഷിച്ചിട്ട് വന്നാലോ? വേണ്ട, ചേട്ടൻ അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് മാറി തപ്പടോ. ഇതെന്താണ് സർ, രാവിലെ തുടങ്ങിയതാണല്ലോ മുങ്ങാനും പൊങ്ങാനും? അല്ല, ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ. എന്ത് സഹായം? ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് സർ നല്ല ഒന്നാം തരം മുങ്ങൽ വിദഗ്ധർ. നിന്റെയൊക്കെ നേതാക്കന്മാർ ഇവിടെ മുങ്ങി ഡൽഹി പോകുന്നതല്ല ഈ പണി. എന്താ പൂരി ഇറങ്ങുന്നോ? ഡൽഹിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഡൽഹിക്ക് ഒരു STD വിളിക്കാനുണ്ടായിരുന്നു സർ. മാറിയേ, മാറോ. എന്താ കൃഷ്ണൻ ഇത്? SP ഒരു മേൽദൂരത്ത് എത്തിയതല്ലേ ഉള്ളൂ. വരുന്നല്ലേ പറഞ്ഞു. ഓ, ഈ ആ കാപ്പി ചങ്ങനെ ഇരിക്കാൻ വരെ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കണം. മനുഷ്യ സേർത്ത് വലിപ്പിക്കല്ലേ. ബോഡി കിട്ടിയോടോ? ഇല്ല സർ. കിട്ടിയോ? അല്ല ചോദ്യം തന്നെ ആരോട് കെട്ടിയെടുത്തേ? മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ പറഞ്ഞിട്ട്? സാർ, ഞാൻ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു. എന്നിട്ട് മന്ത്രിക്ക് ഭയങ്കര തൂറ്റല്. അയ്യേ, യാത്ര മാറ്റി വെച്ചു. എന്നാലും അദ്ദേഹത്തിന് അസുഖം മാറും വരെ തനിക്ക് അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. സാർ, സിയത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ശരി ശരി, ഇയാളൊരു കാര്യം ചെയ്യ്, നേരെ സ്റ്റേഡിയത്തിലേക്ക് പോ. അവിടെ ഫുട്ബോൾ മാച്ച് ഉണ്ട്. ഫുട്ബോൾ മാച്ച് 4 മണി കഴിഞ്ഞാണ് സാർ. ഞാൻ ഇപ്പഴാ വെയിലത്ത് പോയി നിൽക്കണം സാർ. എടോ, ഇപ്പോഴേ ക്രൗഡ് വരും, അങ്ങോട്ട് പോടോ. എടോ പോടോ. യൂസ്ലെസ്. ഓടാ കഴിവുള്ള മോനെ.
എന്തുവാടാ പറഞ്ഞേ? അല്ല സാർ ഇവന്റെ കാല ചവിട്ടി ഭയങ്കര വേദന. ആ, ഇങ്ങനെ പോയാലേ താൻ ചവിട്ട് കൊള്ളൂ. ചിരിക്കുന്നേ തപ്പടാ.